എല്ലാവർക്കും ഫാബ് കുക്ക് കളക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണി മനോജ്. ഞങ്ങളുടെ സ്ഥലം മമ്പാട്. മമ്പാട് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനോട് അടുത്താണ് കേട്ടോ ഈ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കും സുഖമാണ്. പിന്നെന്താ, നല്ല മഴ. ഇന്നിവിടെ മൺഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഇന്നിടേണ്ട വീഡിയോ അല്ല, ഞങ്ങൾ 2 ദിവസം മുമ്പ് വീഡിയോ എടുക്കുമല്ലോ. കറണ്ട് രാവിലെ തൊട്ട് കറണ്ട് ഇല്ല, ഒന്ന് വരും പോവും, അങ്ങനെ നിൽക്കുക. നല്ല ഇപ്പൊന്നും കറണ്ട് ഇല്ല, നല്ല മഴ. രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ, ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പം ഈ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല മഴയാണ്, പെരും മഴ എന്ന് പറയാം. അങ്ങനത്തെ ഒരു മഴയാണ്. സ്കൂളൊക്കെ, മോൻ്റെ സ്കൂളൊക്കെ 2 മണി 2:30 ആയപ്പോൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ പരമാവധി നിങ്ങൾ റോഡിലും തോട്ടിൽ കൂടെ ഒന്നും പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ആർക്കും ഒരു പ്രശ്നവും വരാതിരിക്കട്ടെ, ആപത്ത് വരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കട്ടെ, അതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മസിലിൻ്റെ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അതിനിടയ്ക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ പറയാം. പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ കാണിക്കുന്ന ക്ലോത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക കേട്ടോ. ഒരുപാട് പുതിയ കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട്. താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക കേട്ടോ. നല്ല ക്ലോത്തുകളാണ് നമ്മൾ കാണിക്കുന്നത്. മസിലിൽ നല്ല ഭംഗിയിലുള്ള ഒരു വെറൈറ്റി കളറാട്ടോ, നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു കളറാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കളറൊക്കെ പറഞ്ഞാൽ ചെറുപയർ പച്ച എന്നൊക്കെ പറയാമല്ലോ, അതിൻ്റെ ഒരു ലൈറ്റാ. മെഹന്തി ഗ്രീൻ ആവൂല, അങ്ങനത്തെ ഒരു വെറൈറ്റി കളറാണ്. നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് കുറച്ച് ചെറിയ ചെറിയ പ്രിന്റുകളുമാണ്. ഇത് മസിൽ സെറ്റാണ് കേട്ടോ. ടോപ്പ് വരുന്നത് 2.5 മീറ്റർ ആണ്. അതിന്റെ ബോട്ടം വരുന്നത് ഇതാ സിഗ്സാഗ് പോലെയാണ് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതും കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 150 ആണ്. ഇതിന് ഷോള് വരുന്നത് ഇങ്ങനെയാണ്, 280 ആണ് നമ്മളൊരു ഷോള് കൊടുക്കുന്നത്. 2.25 മീറ്റർ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പ്രിന്റ് ഒക്കെ കാണാനേ. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ് കണ്ടോ. നല്ല സ്റ്റൈലായിട്ടുള്ള പ്രിന്റ് ആണ്, കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. റേറ്റ് വരുന്നത് 280 ആണ്. ഇതിന്റെ ഒരു സെറ്റിന് വരുന്നത് 980, 980 രൂപയാണ് കേട്ടോ. വിട്ട് വരുന്നത് 44 ആണ് കേട്ടോ. അതേപോലെ നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ കണ്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, നല്ല വലിയ ഫ്ലവറുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട്. ഡാർക്ക് ബ്ലൂ എന്ന് വെച്ചാൽ നേവി ബ്ലൂവും കഴിഞ്ഞ് ബ്ലാക്കിനോട് ചേർന്ന് ബ്ലൂ ആണ് കേട്ടോ. ബ്ലാക്ക് ആണെന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ. ബ്ലാക്ക് ആണെന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷെ നമുക്ക് ഇങ്ങനെ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ ഒരു ബാക്ക് സൈഡ് ഒക്കെ നോക്കുമ്പോൾ ഒരു ബ്ലൂ ടച്ച് ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. അതിനകത്ത് നോക്കിയാൽ നല്ല എന്ത് പൂവാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനകത്തുള്ള പൂക്കള് നല്ല സ്റ്റൈലുണ്ട് കാണാൻ. വലിയ വലിയ ഫ്ലവറുകളാണ്. റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വരുന്നത് 160 ആണ്. നമുക്ക് ഇതിന് ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്. പ്ലെയിൻ ആയിട്ട് ഡാർക്ക് ബ്ലാക്ക് എന്ന് പറയാം, നേവി ബ്ലൂ എന്ന് പറയാം. ഡാർക്ക് ആയിട്ടുള്ള കളറാണ്, ബ്ലാക്കിനോട് ചേർന്ന് വരുന്ന നേവി ബ്ലൂ കളറാണ്. അപ്പം ഇതാണ് ബോട്ടം വരുന്നത്. ഷോള് വരുന്നത് നോക്കിയേ. ഷോളൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. കണ്ട കറക്റ്റ് ബ്ലാക്ക് ആണെന്ന് തോന്നും, പക്ഷെ ബ്ലാക്ക് അല്ല. ഞാനത് സ്പെഷ്യലായിട്ട് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ബ്ലാക്ക് ആണോ? ചെറിയൊരു നേവി ബ്ലൂ ടച്ച് ഉണ്ട് കണ്ടോ. അതിനകത്ത് നോക്കിയേ, പ്രിന്റുകൾ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അടിപൊളി പ്രിന്റ് ആട്ടോ. ചെറിയ ചെറിയ പ്രിന്റുകളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം. അതേപോലെ അതിന്റെ ഇതാ സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിനകത്തൊന്നും ഫോയിൽ പ്രിന്റ് വരുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഫോയിൽ പ്രിന്റ് വരുന്നില്ല. അപ്പൊ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ. ഫോയിൽ പ്രിന്റ് ഒരുപാട് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നത് വേണ്ടെന്നൊക്കെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ പറ്റുന്നതാണ്. ഇതാ സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ, ബ്ലാക്കിനോട് ചേർന്ന ബ്ലൂ കേട്ടോ. നല്ല സ്റ്റൈലുണ്ട്. അപ്പൊ റേറ്റ് വരുന്നത് 280. സെറ്റിന് റേറ്റ് വരുന്നത് 980, 980 രൂപ. അപ്പൊ നിങ്ങൾക്ക് ഇനി ടോപ്പ് 3 മീറ്റർ വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തരും കേട്ടോ. അപ്പൊ നല്ല ഭംഗിയെ കാണാനേ. വേറെ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. അടുത്തതേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെൽവെറ്റ് കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നത്. വെൽവെറ്റ് നമ്മുടെ അവൈലബിൾ ആണ്. ഇപ്പൊ വീണ്ടും അത് കുറച്ചേ ഉള്ളായിരുന്നു, അപ്പൊ ഞാൻ വീണ്ടും ഇറക്കിയിട്ടുണ്ട് വെൽവെറ്റ്. നല്ല ക്വാളിറ്റി ഉള്ള വെൽവെറ്റ് ആട്ടോ. നല്ല ഗ്ലൈസിങ് ഉള്ള, നല്ല മെറൂണും ബ്ലാക്കും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ഗ്ലൈസിങ് ഉള്ള ഉണ്ടല്ലോ, ആ മോഡലാണ് ഗ്ലൈസിങ് ഉള്ള സൈസ്. നല്ല സൂപ്പർ കളർ എന്ന് വെച്ചാൽ കണ്ടാൽ നമ്മൾ ഡാർക്ക് ആയിട്ടാണ്. നല്ല തിക്നെസ് ഒക്കെ ഉള്ള ക്ലോത്ത് ആണ്. വലിയുന്ന സൈസ് അല്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതായത് ഇപ്പൊ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന, നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെറൂണും ബ്ലാക്കും കൂടി ഒരു മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറാണ്. ഇപ്പൊ ഇതാ റേറ്റ് വരുന്നത് 200 ആണ്. നല്ല ഭംഗിയിലുള്ള ക്ലോത്ത് ആണ്. നല്ല വലിഞ്ഞു പോകുന്ന സൈസ് ഒക്കെ ഉണ്ട്. ആ മോഡൽ അല്ല കേട്ടോ. ഇത് നല്ല കറക്റ്റ് ക്ലോത്ത് പോലെ ഇരിക്കുന്ന വെൽവെറ്റ് ആണ് കേട്ടോ. 200 ആണ്. നല്ല അടിപൊളി ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 200 ആണ്. വിട്ട് വരുന്നത് 44 ആണ്. നല്ല സൂപ്പർ ക്ലോത്ത് ആണ്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബനിയൻ ടൈപ്പ് അല്ലേ. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. വലിയുന്ന സൈസ് അല്ലേ. അടുത്ത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് നല്ല ഭംഗിയിലുള്ള ബ്ലാക്ക് ആണ് കണ്ടോ.
ഡാർക്ക് ബ്ലാക്ക് ആണ്. നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. കണ്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്. റേറ്റ് വരുന്നത് 200 ആണ് കേട്ടോ. നല്ല സ്റ്റൈലൻ ക്ലോത്ത് ആണ്. എനിക്കുണ്ട് കേട്ടോ, 2 ചുരിദാർ ഉണ്ട് ഇതിൻ്റെ. എൻ്റെ ഒരു വയലറ്റ് കളറും ഉണ്ട്, ഒരു മെറൂൺ കളറും ഉണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്താൽ നല്ല ഭംഗി, നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ വീണ്ടും വെൽവെറ്റ് നന്നായിട്ട് മോഡൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ബ്ലൗസ് ചെയ്യാം. ഷർട്ട് ചെയ്താൽ നല്ല കേട്ടോ. മോന് ഞാൻ ബ്ലാക്ക് ഷർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പർ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. നമ്മളിന്ന് മുണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കൊടുത്ത് ഈ ബ്ലാക്ക് കൊണ്ട് ഇതും കൂടെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ല സൂപ്പറാണ് കേട്ടോ. വെൽവെറ്റിന്റെ നല്ല ഭംഗിയാണ്, നല്ല ലാസ്റ്റിങ്ങും ചെയ്യും, നല്ല ഭംഗിയാണ്. നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭംഗിയാണ് ഇതും കൊണ്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്താൽ. റേറ്റ് വരുന്നത് 200 ആണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത്. അടുത്ത് വരുന്നത് നമ്മുടെ കോട്രോയ് ആണ്. നല്ല സ്റ്റൈലായിട്ടുള്ള സിഗ്സാഗ് ആണ്, വൈറ്റ് കളറിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. നല്ല ബ്ലാക്ക് ഗ്രീൻ ഒക്കെ കളറിൽ നല്ല നോക്കി എന്ത് സ്റ്റൈലാണ് നോക്കിയാൽ കാണാൻ. റേറ്റ് വരുന്നത് 170, 170 രൂപ. അപ്പൊ ഇതിന് മാച്ച് ആയിട്ട് നമ്മൾ കുറച്ച് മുണ്ടും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓണം അല്ലേ, ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് മുണ്ട്. അപ്പൊ ഇത് കണ്ടോ, കര കണ്ടോ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കരയാണ്. അതിനാ ഞാൻ ഇങ്ങനെ പിടിച്ചത്. ഇതിന്റെ ബാക്കിയായിട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ, അത് വിചാരിച്ചാൽ ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, ലൈൻ വരുന്നുണ്ട്, കുറെ ലൈനുകളൊക്കെ വരുന്നത്. കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. ഇവിടെയും കോട്ടൺ ആണ്. റേറ്റ് വരുന്നത് 480 ആണ്. നിങ്ങൾ 5 പീസ് എടുക്കുന്നെങ്കിൽ 450 തരും, 450 രൂപയ്ക്ക് തരും ഒരു മുണ്ട് കേട്ടോ. അങ്ങനെ പല പല കളർ നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണത്തിന്റെ ഒരു ഐഡിയ ഞാൻ പറയാം. ഒരു കര എടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. രണ്ടും കൂടി മിക്സർ ആക്കി ഉപയോഗിക്കാം, അല്ലാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. എന്നാലും അതേപോലെ കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ ആണ് കേട്ടോ. അതിന്റെ പല കളറുകൾ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണിച്ചേക്കെ. ഏതായാലും ഇതിന്റെ കൂടെ കാണിക്കല്ലേ, ഓരോരോ കളറുകളാണ്. ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിന്റെ നോക്കിയാൽ 2 സൈസ് ലൈൻ വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലെ. 2 ലൈൻ, ഒന്ന് ഇങ്ങനെ വരുന്ന ലൈനാണ്, ഒന്ന് ഇതാ കുറെ വരുന്ന ലൈൻ. ഇന്ന് ഞാൻ ഫോട്ടോ സൈഡിൽ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാ ലൈൻ വേണ്ടിയെന്നൊന്ന് പറഞ്ഞാൽ മതി. ഇതാ നല്ലൊരു വൺ കളർ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫോട്ടോ ഇടാം കേട്ടോ. ലാസ്റ്റ് ഇതിന്റെ സൈഡിലാണ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഫോട്ടോ. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. വേറെ കളറുകൾ ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. കണ്ടോ, ഇതിന്റെ ഒക്കെ നമുക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 480 ആണ്. ഞാൻ പറഞ്ഞല്ലോ 5 പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 450 തരാം. ഇതാ അടുത്ത കളറുകൾ കോട്ടൺ ആണ് കേട്ടോ, പ്യുർ കോട്ടൺ ആണ്. കരയൊക്കെ കോട്ടൺ ആണ്. അടുത്തത് കളറുകൾ ഒന്ന് തന്നെയാണോ കാണിക്കുന്നത്? അല്ല, അതാ കണ്ടോ. അപ്പൊ 5 പീസ് എടുക്കുകയാണെങ്കിൽ 450 ഉള്ളൂ. നിങ്ങൾ ഓരോ പീസ് എടുക്കുന്നത് 480 ആണ് കേട്ടോ. അപ്പൊ നല്ല കോട്ടൺ, ഓണത്തിന് നല്ല സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ കോട്ടൺ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് ഓഫറിൽ വരുന്നത്. ഇതാ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പല പല കളറുകളാണ്. ഞാൻ ഏതൊക്കെ കളറുകളെ കാണിക്കുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ലതാ. ഒക്കെ വെറൈറ്റി ഉണ്ട് കേട്ടോ കളറുകൾ. ഇതാ കണ്ടോ, ഇതൊക്കെ സെയിം കളറാണ്, പക്ഷെ സെയിം കളറാണ്, ലൈനിന് മാറ്റമുണ്ട്. ഇത് ലൈൻ കുറച്ച് ഏറെ ഇങ്ങനെ 3-4 ലൈൻ വരുന്നുണ്ട്. ഇത് പട്ട പോലെയാണ് വരുന്നത്, എന്നിട്ടൊരു ലൈനാണ് കേട്ടോ. ലൈനുകൾക്ക് ചെറിയ മാറ്റമുണ്ട്. സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് ഓരോ ഫോട്ടോ വിടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഏതാ വേണ്ടിയെന്ന് ഒന്ന് ടിക്ക് ചെയ്യാം കേട്ടോ. അമ്മമാർക്കൊരു പരാതി ഉണ്ട്, എന്നാൽ ഞങ്ങൾക്ക് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവർക്കൂടെ ഓരോന്ന് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളോട് വാങ്ങണ്ടെന്ന് പറയൂല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഓണത്തിന് കുറച്ച് കോഡ് ഡ്രസ്സുകാർ കുറെ പേര് നമ്മളോട് മുണ്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ലേഡീസിന്റെ സ്റ്റോറാണ്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എൻക്വയറിയുടെ അനുസരിച്ച് ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി കളറിന്റെ മുണ്ടുകളുണ്ടല്ലോ, അത് നമ്മുടെ അവൈലബിൾ ആണ്. അതൊക്കെ ഇങ്ങനെ കോഡ് ഡ്രസ്സുകാർ കുറച്ച് കൊണ്ടുവരാൻ പറയുന്നതിന് കൊണ്ടുവന്നുണ്ട്. അതിന്റെ കുറച്ച് കളറുകളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു. ഒരുപാടൊന്നും ജെൻസിന്റെ പറയരുത്, നമ്മൾ ഈ ലേഡീസിന്റെ കൊണ്ടുവരുന്ന കൂടെ ചെറിയ തോതിലേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ലേഡീസിന്റെ റണ്ണിങ് ക്ലോത്ത് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ എന്ന് വെച്ചാൽ എന്റെ മോനൊക്കെ ഇപ്പൊ എന്തായാലും പറഞ്ഞു ഓണത്തിന് അവർക്ക് മുണ്ട് പോലെ വേണം. എന്നിട്ട് ബോർഡർ, അതായത് നമ്മുടെ ഇവിടെ ഒരുപാട് നമ്മൾ കലങ്കാരികളൊക്കെ കാണിച്ചില്ലേ, കലങ്കാരി. അപ്പൊ ഈ ഷർട്ട് കണ്ടപ്പോഴും ഞാൻ എന്റെ മനസ്സിലോർത്തെ, അല്ല സ്റ്റാഫ് കഴിഞ്ഞ ദിവസം ഇത് എടുത്തു പോയി. അപ്പൊ ഇന്ന് മുണ്ട് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യും, ഇതിന്റെ ഒരു പീസ് എനിക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതാ, നല്ല ഭംഗിയിൽ ഞാൻ അങ്ങനെ എടുത്തോണ്ട് പോട്ടെ, അന്നൊരു പ്രോഗ്രാമിന് ഉണ്ട് അതിന് എടുത്തോണ്ട് പോയെന്ന്. അപ്പോഴാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, എന്നാൽ ഇങ്ങനെ ചെയ്യാം, ഇത് എല്ലാവരും കാണിക്കാം, എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ. ഞാൻ അങ്ങനെ കണ്ടു വന്നിട്ട് ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവർ എനിക്ക് ഫോട്ടോ അയച്ചിരുന്നുണ്ട്, ഓരോ കസ്റ്റമേഴ്സ് ഫോട്ടോ അയച്ചിരുന്നുണ്ട്. ഇതിന്റെ കരയ്ക്ക് ഇത് കൊടുക്കും. ഇത് അല്ല, കലങ്കാരി ക്ലോത്തുകളുടെ കാര്യം ഞാൻ പറഞ്ഞത്. കലങ്കാരി നമ്മൾ കുറെ ക്ലോത്തുകൾ കാണിക്കുന്നുണ്ട്, എക്സിബിറ്റ് പോലത്തെ പ്രിന്റുകളൊക്കെ ഓണത്തിന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ. അതായത് നിങ്ങൾക്ക് കരയ്ക്ക് ഇങ്ങനെ വെച്ചടിച്ച് തരണം, അതും കൊണ്ട് ഷർട്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഞാൻ പറയാം കേട്ടോ. സ്റ്റാഫുകളുടെ എണ്ണവും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ പറയാൻ ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ക്ലോത്ത് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, 5 പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 450 ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 1 പീസ് വെച്ച് എടുക്കുന്നത് 480 ആണ്.
ഇപ്പൊ എല്ലാവരുടെയും പരാതി തീർക്കാൻ പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനെ ഒന്ന് മാറ്റുകയാണേ. അടുത്ത ഒരു കളർ വരുന്നത് ഇതാ. അപ്പൊ ഇത് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാട്ടോ. വൈഫിനും ചെയ്യാം, ജെൻസിന് ഹസ്ബൻഡിനും ചെയ്യാം, മക്കൾക്കും ചെയ്യാം. ഒരു ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാന്. കോട്രോയ് ആണ്. കോട്രോയ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് അത്ര തിക്നെസ് ഉള്ള കോട്രോയ് അല്ല. വല്ലാണ്ട് ഇങ്ങനെ പഫ് 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 പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഒരു ഇങ്ങനെ പഫിങ്. അങ്ങനെയല്ല, ഇതൊരു സിഗ്സാഗ് മോഡലാണ്. ക്ലോത്ത് അടുത്തൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, വേറൊരു വെറൈറ്റി ക്ലോത്ത്, ഒരു പ്രത്യേകം വെറൈറ്റി ആണ്. ഒരു ഇങ്ങനെ പൊന്തലില്ല കേട്ടോ, പക്ഷെ അതിന്റെ ഒരു ലേസ് പോലെ നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ പൊന്തി നിൽക്കുന്നില്ല. റേറ്റ് വരുന്നത് 170 ആണ്. 58 ഇഞ്ചാണ് വിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇതും നിങ്ങൾക്ക് അത് രണ്ട് കളറാണ്. ഇത് വരുന്നത് ഒരു മഡ് കളർ ഒക്കെ കൂടി വരുന്നതാണ്. സെക്കൻഡ് കാണിക്കുന്നതാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്ന് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടും കൂടി വെക്കുന്നത്. ഇത് കണ്ടോ, ബാക്ക് സൈഡ് കണ്ടോ, നല്ല ഭംഗിയാണ്. സിഗ്സാഗ് പോലെ ഇങ്ങനെയാണ് വരുന്നത്. മറ്റേതൊരു വര പോലെയാണ് വരുന്നത്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് വേണ്ടെങ്കിൽ, ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. ഇതാണ് വേണ്ടെങ്കിൽ അതിനൊരു മാർക്ക് ചെയ്യാം. ഇതാണ് വേണ്ടെങ്കിൽ ഇതിനൊന്ന് മാർക്ക് ചെയ്യാം. 170 ആണ് കേട്ടോ. 170 ആണ് മീറ്ററിന് റേറ്റ്. വിട്ട് വരുന്നത് 58. ഓക്കെ. അടുത്തത് നമ്മുടെ ആസാം സിൽക്ക്. അത് കൊണ്ടുവരുമോന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്ലോത്ത് ആണ്. അപ്പൊ സാരി ബ്ലൗസിനൊക്കെ ഒരുപാട് പേര്, അതായത് എനിക്ക് തോന്നി ഇനിയിപ്പോ ഫുള്ള് ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന ഒരു ക്ലോത്ത് ആണ്. സാരി ബ്ലൗസിന് മേടിക്കും, ചുരിദാറിന് മേടിക്കും. ആസാം സിൽക്ക് ആണ്. കനം കുറഞ്ഞ ക്ലോത്ത് ആണ്. നല്ല അടിപൊളിയാണ്. ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ്. ആസാം സിൽക്ക് അറിയാലോ അല്ലെ, നല്ല ഭംഗിയിലുള്ള ഒരു ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 150 ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 150 ആണ്. നല്ല സൂപ്പർ ക്ലോത്ത് ആണ്. സാരി ബ്ലൗസിനാണ് മെയിൻ ആയിട്ട് പോകുന്നത്. ഇതും കൊണ്ട് നിങ്ങൾക്ക് ഷർട്ടും ചെയ്യാം കേട്ടോ. ജെൻസിന് ഷർട്ടും ചെയ്യാൻ കുഴപ്പമില്ല. ഒരു സിൽക്ക് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. സ്മൂത്ത് ആണ്. ലൈനിങ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ലൈനിങ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലൈനിങ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ആസാം സിൽക്ക് കണ്ടല്ലോ അല്ലെ, നല്ല ഭംഗിയുള്ള ഒരു അജറക്ക് പ്രിന്റ് ആണ് അല്ലേ, നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. അപ്പൊ ഇതും നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ കസ്റ്റമേഴ്സ് വന്ന് ഓരോ ഐഡിയകളല്ലേ പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ന് മെറൂൺ കളറും ബ്ലാക്ക് കളറൊക്കെ നമ്മൾ റയോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റയോണ് അല്ലെങ്കിൽ ജോർജറ്റ് കുറച്ച് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴ്ഭാഗത്ത് ഇതിങ്ങനെ ഒരു ലെയർ ആയിട്ട് കൊടുക്കുക. സ്ലീവിന്റെ എൻഡിങ്ങിൽ കൊടുക്കുക, യോക്കിലും കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗി. അതിനൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ക്ലോത്ത് ആണ്. ഇതിന് ഷോളായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. സാരിയായിട്ട് വേണമെങ്കിൽ സാരിയായിട്ട് യൂസ് ചെയ്യാം. വല്ലാണ്ട് പൊന്തി നിൽക്കുന്ന പഫിംഗ് ആയിട്ടുള്ള ക്ലോത്ത് അല്ല, നല്ല അടിപൊളി ഒരു ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 150 ആണ് കേട്ടോ. ആസാം സിൽക്ക് അതിന്റെ തന്നെ എന്താ അടിപൊളിയാന്ന് നോക്കിയ ക്ലോത്തുകൾ കാണാൻ. സ്റ്റൈലും അല്ലേ, നല്ലൊരു വെറൈറ്റി ആണ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. കണ്ടോ, നല്ല വെറൈറ്റിയാണ്. പല കളറിലാകുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പൊ ഇത് സാരിക്ക്, ചുരിദാറിന്, അതേമാതിരി സാരി ബ്ലൗസിനൊക്കെ നല്ലതാ. ഇപ്പൊ കോഡ് ഡ്രസ് ആയിട്ടൊക്കെ സാരി ബ്ലൗസ് സെറ്റ് സാരി ഉടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ സെറ്റ് സാരിയുടെ ക്ലോത്തിന് നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. റേറ്റ് വരുന്നത് 150 ആണ്. നല്ല ഭംഗി കേട്ടോ, നല്ല ലെയർ ആയിട്ട് വരുന്ന ഒരു ക്ലോത്ത് ആണ്. അപ്പൊ ഇതിന് വരുന്നത് ഇതാ, നല്ല സ്റ്റൈലായിട്ടുള്ള ഇതാ മിക്സ്. സാരി വേണമെങ്കിൽ ഇത് ഉടുക്കാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഇതും കൊണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ലൊരു വെറൈറ്റി കളറുകളാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. റേറ്റ് വരുന്നത് 150 ആണ്. 44 ആണ് ഇഞ്ച് വിഡ്ത്ത്. ഇതും കൊണ്ട് നിങ്ങൾക്ക് സാരി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നമുക്ക് ഒരു ഇതും കൂടെ കാണിക്കാം കേട്ടോ. സെറ്റിന്റെ ക്ലോത്ത് ഉണ്ട്, അതും കൂടി നമ്മളൊന്ന് കാണിക്കാം. ഇതാ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള സെറ്റിന്റെ ക്ലോത്ത് വന്നിട്ടുണ്ട്. ഗ്ലൈസിങ് ഉള്ള ക്ലോത്ത് ആണ്. 150 ആണ് കേട്ടോ. ഇത് ഗ്ലൈസിങ് ഉള്ള, നല്ല കോട്ടൺ അല്ല, നല്ല ഭംഗി. ഇപ്പൊ സാരിയായിട്ട് ഇത് യൂസ് ചെയ്യാം. ഒരു ആസാം സിൽക്ക് കൂടെ ഉണ്ട്, അതുകൂടെ കാണിക്കാം. ഇതാ ഇതും കൊണ്ട് ബ്ലൗസ് എങ്ങനെയാ ഇത് കാണിക്കുന്നേ. ഇതാ ഇതൊരു ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം, ഇത് സാരിയായിട്ട്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇതിന് റേറ്റ് വരുന്നത് 150 ആണ്. അതേപോലെ ഇതാ ഇത് വരുന്നത് ആസാം സിൽക്ക് തന്നെയാണ് കേട്ടോ. ഒരു ഗ്ലൈസിങ് ഉള്ള ക്ലോത്ത് ആണ്, നല്ല സ്റ്റൈലുണ്ട് കാണാന്. റേറ്റ് വരുന്നത് 150 ആണ്. എല്ലാം 150 ആണ്. ഈ സെക്ഷൻ മുഴുവൻ 150 ആണ്. നല്ല ഭംഗിയാണ് കാണാൻ, നോക്കിയാൽ കണ്ടോ. അപ്പൊ എനിക്കത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ബാങ്കുകാരും ടീച്ചേഴ്സൊക്കെ നമ്മളോട് ഒന്നിച്ച് ഇങ്ങനെ സാരി ബ്ലൗസിനൊക്കെ ക്ലോത്ത് വാങ്ങിയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോ കേട്ടോ. ബ്ലൗസിന് 110 പോരെ ഒരു സാരി ബ്ലൗസ്. അങ്ങനെ ചെയ്യാം. 110, 120 ഓരോ കൈയുടെ ഒക്കെ അനുസരിച്ച് നല്ല മോഡലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആസാം സിൽക്കിന്റെ ക്ലോത്ത്. ടോപ്പൊക്കെ ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയാണ്. നല്ലൊരു സ്റ്റൈലാണ്. ഇതൊരു ലിനന്റെ മോഡലൊക്കെ ഒരു മോഡലാണ്, പക്ഷെ സിൽക്കാണ് കേട്ടോ. ക്ലോത്ത് നല്ല ഗ്ലൈസിങ് ഉള്ള സിൽക്കാണ്. അപ്പൊ ഇതും കണ്ടല്ലോ അല്ലെ. ഇതിന് വരുന്നത് 150 ആണ്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ മസ്ലിൻ വരുന്നുണ്ട്. ഇതും സാരി ബ്ലൗസിന് നന്നായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാത്തിനും ഗൗൺ മോഡലൊക്കെ ചെയ്യാൻ 58 ഇഞ്ച് വിട്ടുള്ള നല്ല അടിപൊളി. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ,
നല്ല മസ്ലിന് നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഡാർക്ക് മെറൂൺ ആണ്, നല്ല ഡാർക്ക് മെറൂണിൽ മസ്ലിനാണ്, നല്ല സ്റ്റൈലാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത്, നല്ല മഴയാ പുറത്തെ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നാലും വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കറണ്ട് ഇല്ലാതുള്ള വീഡിയോ ആണ്. കുഴപ്പമില്ല, ലൈറ്റുകളൊക്കെ നമ്മൾ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. നല്ല ഡാർക്ക് മെറൂൺ ആണ്, ഡാർക്ക് മെറൂണില് നല്ല ബ്ലൂ കളറ്, എന്താ പറയാ ഒരു ചിക്കു കളറൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനുകളാണ് കേട്ടോ. കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. റേറ്റ് വരുന്നത് 170, 170 ആണ്. 58 ഇഞ്ചാണ് വിഡ്ത്ത്. അടിപൊളി എന്ന് വെച്ചാൽ എങ്ങനെ ഞാൻ അടിപൊളി എന്ന് പറയണമെന്ന് എനിക്കറിയില്ല, അത്ര ഭംഗിയുണ്ട്. അപ്പൊ ഇത് സാരി ബ്ലൗസിന് അടക്കം പറ്റും കേട്ടോ. ഇപ്പൊ ജെൻസിന് ഷർട്ടിനും പറ്റും, കുഴപ്പമൊന്നുമില്ല ഈ ക്ലോത്ത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൊണ്ട് നിങ്ങൾക്ക് ഷർട്ട് ചെയ്ത്, ഞാനിപ്പോ എനിക്ക് കോഡ് ഡ്രസ്സിന് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളമാതിരി വാങ്ങാം. മസ്ലിനാണ് ക്ലോത്ത്. അടുത്തത് വരുന്നത് നമ്മുടെ സെറ്റാണ്, ജോർജറ്റിന്റെ സെറ്റ് ആയിട്ട് വരുന്ന ക്ലോത്ത് ആണ്. ഇതാ കണ്ടോ, 44 ഇഞ്ചാണ് വിഡ്ത്ത്. നല്ല ഭംഗിയിലുള്ള ഒനിയൻ പിങ്ക് എന്ന് പറയാവോ, ഒനിയൻ പിങ്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ വേറൊരു മോഡൽ കാണിച്ചായിരുന്നല്ലോ, നമ്മുടെ എന്താ പറയാ ചിക്കൻകാരി വർക്ക്. അതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി. അതേപോലെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട്, അതേപോലത്തെ കളറാണ്, നല്ല സ്റ്റൈലൻ കളറാണ്. ഇതിന് റേറ്റ് വരുന്നത് 200 ആണ്. നമുക്ക് ഇതിന്റെ തന്നെ പ്ലെയിൻ വരുന്നുണ്ട്. പ്ലെയിൻ റേറ്റ് വരുന്നത് 90 ആണ് കേട്ടോ. 90 രൂപയാണ്. ഇതിന് വരുന്നത് 200 രൂപയാണ്. വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ് കേട്ടോ. 44 ഇഞ്ചാണ്. നല്ല ഭംഗിയിലുള്ള ക്ലോത്ത്. അതിന്റെ തന്നെ നമുക്ക് വൈറ്റ് വരുന്നുണ്ട്. വൈറ്റ് ആണ് ഇത്, സൂപ്പർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് എന്ന് തന്നെ പറയാം. ക്രീം അല്ല കേട്ടോ, ക്രീം കാണിച്ചു കഴിഞ്ഞ ദിവസം നമ്മളെ ക്രീം കാണിച്ചു. അപ്പൊ ഇത് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ, മിൽക്കി വൈറ്റ് ആണ്. പ്യുവർ സൂപ്പർ വൈറ്റ് അല്ല കേട്ടോ, പ്യുവർ സൂപ്പർ വൈറ്റ് അല്ല. അതാ വർക്ക് കണ്ടോ, നല്ല ഭംഗിയിലുള്ള വർക്കാണ്, കാണുന്നുണ്ടോ. അപ്പൊ ഇതും കൊണ്ട് നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇതും കൊണ്ട് സാരി സ്റ്റിച്ച് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ചോളി എല്ലാം ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ്. ഇപ്പൊ എനിക്കിന്ന് കൂടുതലായിട്ട് പോകുന്നത് ഇതും കൊണ്ട് ടോപ്പ്, അതേപോലെ ഇതും കൊണ്ട് നല്ല സ്കേർട്ട് പോലത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു. ഇപ്പോഴും 2-3 കിടക്കുന്നതൊക്കെ ആ മോഡലാണ്. അത് ബോട്ടം വരും, എന്നിട്ട് സ്കേർട്ട് പോലെ ഉണ്ടാവും താഴെ ഡൗണില്. അങ്ങനത്തെയാണ് നന്നായിട്ട് പോകുന്നത് മോഡൽ കേട്ടോ. അത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നു, അതുകൊണ്ട് ഇനി കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതിന്റെ തന്നെ വേറെ കളർ നമ്മുടെ ചെയ്ത് അവൈലബിൾ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ടോപ്പ് ചെയ്യാം, ഇതും കൊണ്ട് അങ്ങനെ. എന്നിട്ട് ഷോളും ഇതും കൊണ്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി. ഞങ്ങൾ മോഡലാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. 200 ആണ് ടോപ്പിന്റെ വില. പ്ലെയിൻ ക്ലോത്തിന്റെ വില 90 കേട്ടോ, 90 രൂപ. അപ്പൊ മാക്സി ബിറ്റുകൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഇടകർത്തി ചെയ്യുമ്പോൾ അതൊരു ചെറിയ പ്രോബ്ലങ്ങൾ വരിക. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മാക്സിക്ക് ഫോട്ടോ അയച്ചു തരിക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് റണ്ണിങ്ങും മാക്സിയും കൂടെ ഒപ്പം കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിയുടെ മാത്രം, മാക്സി ഇന്നറുകൾ അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു, ആരും അതിനെക്കുറിച്ച് റിപ്ലൈ ഒന്നും തന്നില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞ് വിളിച്ചവരൊക്കെ. അത് നിങ്ങളുടെ ചോയ്സ് പോലെ ചെയ്തു. എങ്ങനെയാണ് ഞങ്ങൾക്ക് നല്ലത് തന്നെയാണ്. കുറെ കസ്റ്റമേഴ്സ് എഴുതി കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എഴുതി കാണിക്കുക എന്നുള്ള വിവരങ്ങളൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ, ഇപ്പൊ റണ്ണിങ് ആയിട്ട് തന്നെ പോട്ടെ. നമുക്ക് സൺഡേ കഴിഞ്ഞാൽ പിന്നെ വെനസ്ഡേ ആണ് വീഡിയോ വരുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൺഡേയോ ട്യൂസ്ഡേ ആയിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. മൺഡേ ട്യൂസ്ഡേയോ എന്ന് വെച്ചാൽ റണ്ണിങ് മാറ്റിയിട്ട് ഈ മാക്സി ബിറ്റുകളുടെയും അത് ഞാൻ പറയാം കേട്ടോ, നിങ്ങളോട് പറയാം. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തായാലും ചെയ്യാം കേട്ടോ. നമുക്ക് 3 വീഡിയോ നമുക്ക് അല്ലാതെ വരുന്നുള്ളൂ. വേണമെങ്കിൽ 4ാമത്തെ ഒരു വീഡിയോയും കൂടെ നമുക്ക് ഇങ്ങനത്തെ മാക്സി ബിറ്റും സ്കേർട്ട് ഇന്നർ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ റണ്ണിങ് ആയിട്ട് തന്നെ പോട്ടെ, അത് തന്നെ അതിന്റെ ബെറ്റർ. എന്ന് വെച്ചാൽ നമുക്ക് റണ്ണിങ്ങിന്റെ ഒരു പ്രോബ്ലത്തിൽ മാക്സി ബിറ്റും അങ്ങനെ ഒരു വേറെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി, നമ്മുടെ സ്റ്റാഫുകൾക്ക് അതൊരു ഇഷ്യൂ പോലെ തോന്നി, അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് അവർക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച ഞാൻ നോക്കട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് തൊട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ആഴ്ച പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു വീഡിയോ. ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഓൾ ബട്ടൺ ഞെക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് തരും. പെട്ടെന്ന് ക്ലോത്തുകൾ വന്നാൽ കഴിഞ്ഞ ദിവസം ഞെക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് അടുത്ത ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണിക്കാൻ കഴിയും. അപ്പം നിങ്ങൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കും ഒരു ആപത്തും വരത്തില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.